Praise the Lord, hallelujah. I enjoy the prayer Christian apologist from Ernakulam. And today's topic is God is the greatest rationalist, or God is the greatest logician. അതായത് ദൈവമാണ് ഏറ്റവും വലിയ യുക്തിവാദി എന്നാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ബൈബിൾ. ഐസയ്യ 1:18. യെശയ്യ 1:18 പറയുന്നു, കം നൗ ലെറ്റ് us റീസൺ ടുഗദർ. നമുക്ക് യുക്തിഭദ്രമായിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. ഓർ ലെറ്റ്സ് ആർഗ്യൂ. ദറ്റ് മീൻസ് ലെറ്റ്സ് തിങ്ക് ലോജിക്കലി. ഏത് ദൈവമാണെങ്കിലും നമുക്ക് യുക്തിപരമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നത്. നമ്മൾ പലരും കരുതുന്നത് പോലെ ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് എല്ലാം നിരീശ്വരവാദികൾ അല്ല. അത് തെറ്റായിട്ടുള്ള ഒരു നോഷനാണ് മലയാളത്തിലുള്ളത്. എല്ലാവരും യുക്തിവാദികളാണ്. എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളല്ല. ദൈവവിശ്വാസികളെല്ലാം യുക്തിവാദികളാണ്. കാരണം അവർ ലോജിക്കലായിട്ടാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഐസയ്യ 1:18, കം നൗ ലെറ്റ് us റീസൺ ടുഗദർ, ലെറ്റ്സ് ആർഗ്യൂ, തിങ്ക് ലോജിക്കലി. സോ അവർ ഗോഡ് ഈസ് എ logician. In again in Malachi 3:10, prove me now here with the tithes. Prove me, or he says, test me with your tithes. അപ്പോൾ അങ്ങനെ ദൈവം ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ മതവിശ്വാസം എന്ന് പറയുന്നത് ഇല്ലോജിക്കലാണെന്ന് അങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഡെഫിനേഷൻ, വാട്ട് ഈസ് ലോജിക്? ലോജിക് ഈസ് എ പ്രോപ്പർ ഓർ റീസണബിൾ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ്. ലോജിക് ഈസ് എ പ്രോപ്പർ ഓർ റീസണബിൾ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ്. അപ്പോൾ ലോജിക്കിന് ഏറ്റവും വലിയൊരു ശത്രുവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫാലസിയാണ്. ഫാലസി. എ ഫാലസി ഈസ് എ കോമൺ എറർ ഇൻ റീസണിങ്. യുക്തിപരമായിട്ട് സംസാരിക്കുന്നതിൽ വരുന്ന തെറ്റാണ് ഫാലസി. മലയാളത്തിൽ അതിനെ കള്ളന്യായം എന്ന് പറയാം, തൊടുന്യായം, മുടന്തന്യായം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന വാദം, ഫാലസി, അല്ലെങ്കിൽ ഭ്രമിപ്പിക്കുന്ന വാദം. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ സംശയിക്കുന്നത്. ഉൽപ്പത്തി 3:4 സർപ്പം പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം ലോജിക്കലായിട്ട് അവരോട് പറഞ്ഞു, ഇത് നീ ഭക്ഷിക്കരുതെന്ന് കർത്താവ് ഒരു കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ പിശാചി വന്നിട്ട് ഒരു കള്ളന്യായം, ഒരു മുടന്തന്യായം പറഞ്ഞിട്ട് അവർക്ക് ഭ്രമിപ്പിക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി 2:16 ദൈവം പറയുന്നു, അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊടുക്കുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ഇത് ദൈവം യുക്തിപരമായിട്ട് പറഞ്ഞതിനെ ആ പിശാചി വന്നിട്ട് ശരിക്കും മനുഷ്യന്റെ തോട്ടിലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവന്റെ ചിന്തയിൽ, അവന്റെ യുക്തിബോധത്തിൽ, അവന്റെ ലോജിക്കലിൽ ആണ് പിശാചി കയറി പിടിച്ചിട്ട് അവനെ വഴിതെറ്റിക്കും, ഭ്രമിപ്പിക്കുകയാണ്. ഒരു കള്ളന്യായം പറയുന്നത്. അതായത് അത് തിന്നുന്ന ദിവസം നിങ്ങൾ കണ്ണുകൾ തുറക്കുന്നു, നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ദൈവത്തിന്റെ ഒരു സത്യത്തെ വക്രീകരിക്കുക, അല്ലെങ്കിൽ അവർ കള്ളന്യായം പറഞ്ഞ് അവരെ വീഴ്ത്തി കളയുക. അതാണ് ഫോൾ ഓഫ് മാൻ. അതിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, നമുക്കറിയാം. സോ വാട്ട് ഈസ് ലോജിക്? ലോജിക് ഈസ് കറക്റ്റ് തിങ്കിങ്. ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതാണ് ലോജിക്ക്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അതിനെ പിശാചി വന്നിട്ട് ഫാലസിയാക്കി കളഞ്ഞു, അത് തിരിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ കള്ളന്യായം പറഞ്ഞ് വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. യേശയ്യ 55:6 കർത്താവ് പറയുന്നുണ്ട്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുന്നു, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുന്നു. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. 55:8 കർത്താവ് അവരുടെ ചിന്ത, എന്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേത് പോലെയുമല്ല. എന്റെ ചിന്തകൾ, മൈ തോട്ട്സ് ആർ ഹയർ ദാൻ യു. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്ര. അപ്പൊ ദൈവത്തിന്റെ ചിന്തകൾ വളരെ യുക്തിഭദ്രമായിട്ടുള്ള ചിന്തകളാണ്. അതിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഹെറസി, അത് തന്നെയാണ് പാപം. പാപത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ദൈവം വളരെ യുക്തിഭദ്രമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും എല്ലാം യുക്തിഭദ്രമായിട്ട് പോകണമെന്ന് കരുതുകയും ചെയ്യുമ്പോൾ നമ്മൾ അയുക്തികവും കുയുക്തികവും ആയ കള്ളന്യായങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിച്ചാൽ അതിൽ എന്താ പ്രശ്നം ഉണ്ടാകുക? അത് ഈ ലോകത്തിൽ മൊത്തം കയോസാവും. അപ്പോൾ
ടു ബി റേഷണൽ ഈസ് ടു ഹാവ് ഗുഡ് സെൽഫ് കൺസിസ്റ്റന്റ് റീസൺസ് ഫോർ ഓൾ അവർ ബിലീവ്സ്. അപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ യുക്തിഭദ്രമായിട്ട് ആളുകളോട് മറുപടി പറയാൻ സാധിക്കണം. അല്ലാതെ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു മത്തായി 10:16 പറഞ്ഞ് നടന്നിട്ടും കാര്യമില്ല. അത് നീ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം യുക്തിഭദ്രമായിട്ട്, ലോജിക്കലായിട്ട്, റേഷണലായിട്ട്, റീസണബിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം.